കേട്ടിയോടത്ത് സൊറ പറയാം. വർഷം 2007. സുഹൃത്തുക്കളുടെ കൂടെ സൊറ പറഞ്ഞിരിക്കുന്ന കാലം. അന്നായിരുന്നു ഒരു കൂട്ടം നന്മ നിറഞ്ഞ ചെറുപ്പക്കാരുടെ ശ്രമഫലമായി നീണ്ട 18 വർഷക്കാലമായി നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ട നമ്മുടെ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയറിൻ്റെ തുടക്കം. തൻ്റെ ജീവിതം ഇനി 4 ചുമരുകൾക്കുള്ളിലാണ് എന്ന തിരിച്ചറിവും കഠിനമായ വേദന സഹിച്ച് കിടക്കുന്ന സന്ദർഭങ്ങളിലും മാത്രമായിരിക്കും ഒരു പക്ഷേ ആ പേര് നമുക്കെല്ലാവർക്കും ഓർമ്മയിൽ വരിക. അതെ, അതാണ് പാലിയേറ്റീവ്. നീണ്ട 18 വർഷത്തെ സ്വാന്തന പരിചരണ രംഗത്ത് താങ്ങും തണലുമായ എടത്തനാട്ടുകര പാലിയേറ്റീവിനെ കുറിച്ചുള്ള ഇതിൻ്റെ തുടക്കക്കാരിലൊരാളായ എൻ്റെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള സൊറപറച്ചിലാണ് ഇന്ന് നമ്മളെല്ലാവരും കേൾക്കാൻ പോകുന്നത്. സൊറപറച്ചിലേക്ക് സ്വാഗതം. ഞാൻ ജസീർ, തിരൂര് ഒരു LP സ്കൂളിലെ അറബിക് അധ്യാപകനാണ്. ഇപ്പോൾ അതിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എടത്തനാട്ടുകരയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാലിയേറ്റീവിനെ സംബന്ധിച്ച് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, 2007 എടത്തനാട്ടുകരയിൽ പാലിയേറ്റീവ് കെയർ സംവിധാനം ആരംഭിക്കുന്നത്. അതുമുതൽ 2025 എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാനുമായി എൻ്റെ അനുഭവത്തിലുള്ള പഴയ കാര്യങ്ങളെ നമ്മുടെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഞാൻ കേട്ടിയോടത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. യെസ്, എടത്തനാട്ടുകര പാലിയേറ്റീവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മുഴുവനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ പാലിയേറ്റീവ് എന്നുള്ള സംവിധാനം ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് ആരൊക്കെയാണ്? ആരാണ് ഇതിന് കേരളത്തിൽ ഈ ഒരു സംവിധാനം കൊണ്ടുവരാൻ കാരണക്കാരായിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു പാലിയേറ്റീവ് എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത്? ഇപ്പോൾ ഇത് കോഴിക്കോട്ട് നിന്നാണ് ശരിക്കും ഇത് വരുന്നത്. സുരേഷ് ഡോക്ടറും അതേപോലെ 1-2 ഡോക്ടർമാരുടെ ഒരു ആശയമാണ്. അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് പേഷ്യൻറ്റിനെ എന്ത് ചെയ്യാണ്, അവിടുന്ന് പുറത്താക്കാണ്. പിന്നെ സുരേഷ് ഡോക്ടറെ പോലുള്ള ആളുകൾ ആലോചിച്ചത് എന്താ വെച്ചാൽ, എന്താണ് ഈ പുറത്താക്കപ്പെടുന്നവരുടെ അവസ്ഥ? അവിടേക്ക് എത്തുന്നില്ല, അവർ പോരുന്നു, വല്ല രോഗം മാറിയിട്ടല്ല പോരുന്നത്, അവർക്ക് പ്രയാസം കൂടുതലാണ്. പക്ഷേ മെഡിക്കൽ സയൻസിന് എന്ത് ചെയ്യാനല്ല, ഒന്നും ചെയ്യാനല്ല. ആ ആശയത്തിൽ നിന്നാണ് ഡോക്ടർമാർ മാത്രമായിട്ട്, ഡോക്ടർമാരുടെ ഒരു സംഘമായിട്ടാണ് ശരിക്കും പാലിയേറ്റീവ് കെയർ സംവിധാനം എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഡോക്ടർമാർ പോകുന്നു, ഇവരെ വീട്ടിൽ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പെയിന് കാര്യമായി ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള പെയിനാണല്ലോ, ആ പെയിൻ ഇല്ലാതാക്കുക എന്നുള്ള സംവിധാനമാണ് തുടങ്ങിയത്. യെസ്, എടത്തനാട്ടുകര പാലിയേറ്റീവ് സംവിധാനം എന്നാണ് വന്നത്? അതെങ്ങനെയാണ് വരാനൊരു കാരണം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങളൊക്കെ ചേർന്നിട്ടാണെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ അതിനൊരു കാരണമുണ്ടാവും. ആദ്യം പാലിയേറ്റീവ് വരാനുള്ള കാരണവും എടത്തനാട്ടുകര പാലിയേറ്റീവ് വരാനുള്ള കാരണവും അതോടൊപ്പം തന്നെ എവിടെ ആയിരുന്നു പാലിയേറ്റീവിൻ്റെ ആദ്യത്തെ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ? പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2002 നമ്മുടെ മണ്ണാർക്കാട് വെച്ചുകൊണ്ടാണ് പാലിയേറ്റീവിൻ്റെ 1ാമത്തെ ക്ലിനിക്ക് വരുന്നത്. അതിനുശേഷം എടത്തനാട്ടുകരയിലേക്ക് ആ സംവിധാനം എത്തിച്ചേരുന്നത് 2007 2007 അത് എത്തിച്ചേരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം KTയുമായി അതിനൊരു ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം KTയുടെ തറവാട് വീടിന് അടുത്ത് അനൂഫേഷൻ്റെ അടുത്തുള്ള ഒരു റൂമിൽ ഇക്ര ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം, അത് സംഘടനാ സംവിധാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചെറിയൊരു പിളർപ്പൊക്കെ വന്ന് അതിൽ മർക്കസ് ദഅവ വിഭാഗത്തിൻ്റെ ആ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കൊരു കൂടിയിരിക്കാൻ ഒരു സ്ഥലമൊന്നുമില്ല. അന്ന് KTയുടെ തറവാടിന് മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു വാടക റൂമിൽ ഇക്ര ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറി വെച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അന്ന് മേലാറ്റൂർ പാലിയേറ്റീവ് കെയർ ഉണ്ട്. മേലാറ്റൂർ പാലിയേറ്റീവ് കെയറിൻ്റെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് കളക്ഷൻ എടുക്കാം. ആ കളക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ ഈ എടത്തനാട്ടുകര ഭാഗത്തുള്ള എല്ലാ പ്രവർത്തനവും ചെയ്തിരുന്നത് മണ്ണാർക്കാട് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരാണ്. ഞങ്ങളതിൻ്റെ ആ വളണ്ടിയറൊക്കെ ആയിട്ട് പോയിരുന്ന ഞാൻ, അതേപോലെ തന്നെ നമ്മുടെ C ബഷീർ മാഷ്, ഇങ്ങനെയുള്ള സക്കീർക്ക, റഷീദ് മാഷൊക്കെ അതിൻ്റെ
ഇപ്പോൾ എടത്തനാട്ടുകരയെ സംബന്ധിച്ച് ആദ്യത്തെ 2 വളണ്ടിയർമാർ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അബ്ദുൾ റഷീദ് മാഷി ചതുരാലയും അതുപോലെ തന്നെ നമ്മുടെ അബ്ദു മാഷി കപ്പുങ്ങൽ, അവരാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ മേലാറ്റൂരിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഈ കളക്ഷനൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരു പ്രയാസം. നമ്മുടെ ഈ ഭാഗത്തുള്ള പേഷ്യൻസിനൊക്കെ നോക്കുന്നത് മണ്ണാർക്കാട്ടുകാരും അതേപോലെ തന്നെ ഇവിടുത്തെ കളക്ഷനൊക്കെ മേലാറ്റൂരിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സംഗതി കണ്ടപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്, മണ്ണാർക്കാടിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാം. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഉണ്ടാവുന്നത്. നല്ല ആശയമാണ്. ഞാൻ സത്യം പറഞ്ഞ എടത്തനാട്ടുകര പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളിൽ അത്ര വലിയൊരു പങ്കൊന്നും വഹിക്കാത്തൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇത് തുടക്കത്തിൽ ഈ സംവിധാനം കൊണ്ടുവരാം എന്ന് ഒരു പ്ലാന് കാണുകയും അതിനുശേഷം ഇതിന് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വന്ന കമ്മിറ്റി അംഗങ്ങളും ആരൊക്കെ ആയിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്? അങ്ങനെ ആദ്യം അതിൻ്റെ ഒരു കമ്മിറ്റി വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീശ്ശേരി റൌഫാക്കിയാണ് ഉള്ളത്. അതേപോലെ തന്നെ അതിൽ നമ്മുടെ അലവിക്കുട്ടി മാഷുണ്ട്, അതേപോലെ തന്നെ ചാലിയ സക്കീർ മാഷുണ്ട്, അതേപോലെ അബ്ദുൾ റഷീദ് മാഷ് ചതുരാലയുണ്ട്, അതുപോലെ തന്നെ ഒരു വളണ്ടിയറും അതേപോലെ എൻ്റെ ഒരു ഭാരവാഹിയായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് ഫസ്റ്റ് ഞാനാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ അതിൽ നമ്മുടെ കൂടെ ഉള്ള ഒന്ന് ചാലിയൻ ബഷീർ മാഷുണ്ട്, നമ്മുടെ മണിയേട്ടൻ്റെ സഈദുണ്ട്, കുഞ്ഞനുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂനുസ് അലി മാഷുണ്ട്. അങ്ങനെയുള്ള ഒരു ടീമാണ് ശരിക്ക് അതിൻ്റെ ആദ്യത്തെ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മുടെ സക്കീർക്ക ഉണ്ടായിരുന്നു. സക്കീർക്ക ഇത് തുടങ്ങി നിന്ന സമയത്ത് അദ്ദേഹം സൗദിയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയതുകൊണ്ടാണ് ആ കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ സംവിധാനം വരുന്ന സമയത്ത് ശരിക്ക് അന്നുണ്ടായിരുന്ന ഒരുപാട് ആളുകളെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പോൾ ബാബുക്ക് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. മാത്രമല്ല ഒരുപാട് ആളുകളെ പേര് ശരിക്കും പറയാനുണ്ട്, വിട്ടുപോയതായിരിക്കാം പെട്ടെന്നുള്ള ചോദ്യം വന്നതുകൊണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സംവിധാനം പാലിയേറ്റീവ് സംവിധാനം വരുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപാട് വർഷങ്ങളോളം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും ആ ചോദ്യങ്ങളിലേക്ക് ഞാൻ പിന്നീട് കടക്കാം. ആ സ്റ്റാർട്ടിങ് സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത് വേറെ സംഘടനാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ്, അതിനാളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് എന്തെങ്കിലും സത്യമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം? 2025 എത്തി നിൽക്കുമ്പോൾ വളരെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പാലിയേറ്റീവിനെ സംബന്ധിച്ച് നമുക്ക് കാണാനുള്ളത്. അന്നൊക്കെ പലപ്പോഴും പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സംഘടന സെറ്റപ്പിൽ തുടങ്ങിയ സ്ഥാപനം എന്നുള്ള നിലക്ക് അങ്ങനെ നോക്കിക്കണ്ട ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമീപനത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് അവർക്ക് സംഘടനയ്ക്ക് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയൊരു സംരംഭം എന്നുള്ള നിലക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആദ്യത്തെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ജനകീയ പ്രസ്ഥാനമാക്കിയിട്ട് ഒരു സംഘടനാ ചട്ടക്കൂട്ടിൽ മാത്രം അതിനെ ഒതുക്കി നിർത്താതെ അതൊരു വലിയ എടത്തനാട്ടുകര മാത്രമല്ല, എടത്തനാട്ടുകര അതേപോലെ തന്നെ തച്ചനാട്ടുകര, കോട്ടോപ്പാടം, ആ വളരെ വിശാലമായ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ പ്രദേശത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നത്. ഒരുപാട് മേഖലയിൽ എടത്തനാട്ടുകര പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ ഇപ്പോഴും പണ്ടും വളരെ കഷ്ടപ്പെട്ട് നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നതാണ്. അത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഇതിൻ്റെ തുടക്കത്തിലുള്ള ഓഫീസ് നേരത്തെ പറഞ്ഞ് നമ്മളെ CH ലൈബ്രറി സെൻറ്ററിൻ്റെ അതിലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ മുമ്പായിട്ട് ഈ ഓഫീസ് എനിക്ക് തോന്നുന്നു അലനല്ലൂർ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തോ ഒരു ഇത് ഞാൻ സംസാരത്തിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തത വരുത്തി പറയും. എങ്ങനെയായിരുന്നു അതിൻ്റെ നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ ഒരു എടത്തനാട്ടുകര പാലിയേറ്റീവ് കെട്ടിടത്തേക്കുള്ള ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? 2008 നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ. കുറച്ചു കാലം നമ്മുടെ ഈ തുടക്കം ഈ ലൈബ്രറി എന്നുള്ളതൊക്കെ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്, ഇക്ര ലൈബ്രറിയിൽ നിന്ന്. ആ സമയത്താണ് നമ്മൾ ഇക്ര മദ്രസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ CN അഹമ്മദ് മൗലവി മെമ്മോറിയൽ സ്ഥാപനത്തിൽ നമ്മുടെ മദ്രസ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫീസാണ് അന്ന് എന്ത് ചെയ്തത്,
ഇതിൻ്റെ പാലിയേറ്റീവിൻ്റെ ഓഫീസായി ക്ലിനിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അന്ന് ശനിയാഴ്ച മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒറ്റ ദിവസം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ അവിടെ നിന്ന് അതെന്ത് ചെയ്യാണ്, നമ്മൾ ആലായ റഷീദാക്ക അന്ന് പഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡന്റോ അങ്ങനെ എന്തോ ഒരു ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു നമുക്ക് അലനല്ലൂരിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലനല്ലൂരിലേക്ക് പോകുന്നത്. അലനല്ലൂർ പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കെട്ടിടത്തിൽ നോക്കി. അപ്പം അതിൻ്റെ മുകൾ ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്തത്, സൗകര്യം കിട്ടിയത്. പക്ഷെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ പേഷ്യൻസിന് കയറാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വേറെ സ്ഥലം അന്വേഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സക്കീർ ഖാൻ്റെ ബന്ധത്തിലാണ് അവിടെ ചൂരക്കാട്ടിൽ രാധാകൃഷ്ണേട്ടൻ്റെ പഴയ പോസ്റ്റ് ഓഫീസ് കെട്ടിടമാണ്, അത് ഫേമസ് ആണ് അലനല്ലൂർ. അവിടെയാണ് പിന്നെ നമ്മൾ തുടങ്ങുന്നത്. അവിടെ നിന്ന് കുറച്ച് കാലം ഒരു 4-5 വർഷമൊക്കെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവും, 4-5 വർഷം പ്രവർത്തിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് നമ്മൾ എവിടേക്ക് മാറ്റാണ്, അലനല്ലൂർ വ്യാപാര ഭവൻ ഇതിലേക്ക് മാറ്റാണ്. പലിക്കാട് റഷീദാക്കാൻ്റെ ഒക്കെ അന്ന് ലിയാഖത്തലിക്കാണ് അതിൻ്റെ പ്രസിഡന്റ് തോന്നുന്നത്. അവിടെയാണ് പിന്നെ നമ്മളത് തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മളത് ഇങ്ങോട്ട് എടത്തനാട്ടിലേക്ക് വരുന്ന 2015 എന്നാണ് എൻ്റെ ഓർമ്മയുള്ളത്. ഇവിടെ നമുക്ക് തുടങ്ങുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തകരും വളണ്ടിയർമാരും ഒക്കെ എടത്തനാട്ടിലാണ്. പക്ഷെ ഇവർ ഓരോ കാര്യത്തിനും എവിടെയൊക്കെ പോകണം, അലനല്ലൂരിലേക്ക് പോകണം. തുടക്കത്തിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ കുറച്ച് പോകുമ്പോൾ ഒരു മടുപ്പ്. അവിടെ നമുക്ക് വേണ്ട രൂപത്തിൽ പുറത്തുനിന്ന് ആളുകളുടെ സപ്പോർട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആളുകളുടെ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ആലോചിച്ചു എന്താണ് അവിടെ. അപ്പോൾ ഇവിടെ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ഈസാക്കുവിനോട് കുറച്ച് സ്ഥലം ചോദിക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈസാക്കുവിനെ കണ്ടു. അതിൽ എഫേർട്ട് വല്ലാതെ എടുത്തിട്ടുള്ള ഒരാൾ കുഞ്ഞുവാജിയാണ് എന്ത് ചെയ്യുന്നത്, ശരിക്ക് ഈസാക്കുവിനോട് പറഞ്ഞിട്ട് ആ സ്ഥലം വാങ്ങിച്ചിരുന്നത്. അതിൽ കുഞ്ഞാങ്കാക്കു സ്ഥലത്തിൻ്റെ കാര്യത്തിലും കാര്യമായിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് ആരാണ്, കുഞ്ഞാങ്കാക്കുവാണ്. കുഞ്ഞാങ്കാക്കുവിൻ്റെ എഫേർട്ടിലാണ് ശരിക്ക് ആ ബിൽഡിങ് അവിടെ വരുന്നത്. കലാഭവമണി ഇവിടെ വന്നു, കേട്ടിക്കറിയാലോ. പിന്നെ ചലഞ്ചേഴ്സ് ക്ലബിൻ്റെ അകമഴിഞ്ഞ സഹകരണം ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്ക് എന്താ വെച്ചാൽ അതങ്ങനെയൊക്കെയാണെങ്കിൽ വന്നതെങ്കിലും നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം ഓരോരുത്തരുടെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹകരണം അതിമുണ്ട്. ഇനി ആ നാട്ടുകാരാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത്. അപ്പോൾ അത് എത്രത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുകയും ചെയ്യും. അതിൻ്റെ മുന്നിൽ നടക്കാൻ ഉള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ ഉണ്ടായാൽ മതി. നമ്മളെ പണ്ട് തുടങ്ങുന്ന അവസ്ഥയിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും സൗകര്യങ്ങൾ കൂടിയ സമയമാണല്ലോ. അന്ന് ശരിക്ക് എന്താ വെച്ചാൽ ആദ്യം തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്കൊരു മൊബൈൽ പോലും ശരിക്കില്ല. ഇന്നെല്ലാം നമുക്ക് ഇങ്ങനെ കൊടുക്കാം, അറിയിക്കാം. ആ അറിയിപ്പിനനുസരിച്ച് അതിൻ്റെ വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എടത്തനാട്ട് പാലിയേറ്റീവിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇപ്പോൾ 10 വാർഡിലും അതേപോലെ തന്നെ കോട്ടപ്പാടം പഞ്ചായത്തിലെ 2 വാർഡിലുമായിട്ട് 12 വാർഡിലാണ് ഇപ്പോൾ നമ്മുടെ സേവനം. പിന്നെ ഞാൻ വീണ്ടും ഒരു വിമർശനം, അതായത് പൊതുജനങ്ങളുടെ ഒരു സംശയമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എടത്തനാട്ടുകര പാലിയേറ്റീവിൽ ശരിക്ക് നിലവിലുള്ള കമ്മിറ്റികളാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ബാബു അടക്കം ഇപ്പോഴും ഈ സ്ഥാനം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ മുമ്പുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ വിട്ടുപോയിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ മുമ്പുണ്ടായിരുന്ന ആളുകൾ ഇതേമായി തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു എല്ലാ ആളുകളുടെ പൊതുജനങ്ങളുടെ ഒരു സംശയം, ആ ഒരു കമ്മിറ്റി തുടക്കം മുതലുള്ള കമ്മിറ്റി തന്നെയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനങ്ങൾ മാത്രം കൈമാറി പോവുക അല്ലാതെ വേറെ പുതിയൊരാളെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. എനിക്കൊണ്ട് ഫുട്ബോൾ ഈ ഒരു കെട്ടിടപ്പണിൻ്റെ സമയത്തൊക്കെ അത് ഏറെക്കുറെ ഉണ്ടായിട്ടുണ്ട്. കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സമയത്തൊക്കെ ഒരു പുതിയ കമ്മിറ്റി വരലും നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിരുന്നു. പിന്നീട് വന്നത് പഴയ ആ സംവിധാനം തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരു മുറുമുറുപ്പൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ഈ ഒരു സ്വറപറച്ചിലൂടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത ഒന്ന് പറഞ്ഞു തരും. എങ്ങനെയാണ് കമ്മിറ്റി രൂപീകരിക്കുന്നതും കമ്മിറ്റിയിലേക്ക് ആളെടുക്കുന്നതും കമ്മിറ്റിയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് വിശദീകരിക്കും. എടത്തനാട്ട് പാലിയേറ്റീവിനെ സംബന്ധിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സെൽഫ് ഇവാലുവേഷൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെൽഫ് ഇവാലുവേഷൻ ഒരു വർഷം എന്നെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ 21 അംഗ കമ്മിറ്റിയാണ് അതിലുള്ളത്. അതിൽ നമുക്കറിയാം എക്സിക്യൂട്ടീവ് നോക്കുമ്പോൾ ശരിക്ക് പുറത്ത് ആരാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന് പോലും പല ആളുകൾക്കും അറിയില്ല.
തുടങ്ങുമ്പോഴുള്ള ആളുകളല്ല ഇപ്പോൾ ഉള്ളത്. തുടങ്ങുമ്പോഴുള്ള ആളുകളിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ഉള്ളത് ഞങ്ങൾ 3 പേരാണ്. അന്ന് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അംഗങ്ങളിൽ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ 3 ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഓരോ സമയത്ത്, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിലേക്ക് ചില സമയത്ത് ആളുകൾ കയറി വരും, അവർ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഇറങ്ങിപ്പോവുക. അങ്ങനെ സിസ്റ്റമാണ് ശരിക്കും പാലിയേറ്റീവിൽ നമ്മൾ സംവിധാനം ഉള്ളത്. അതെന്ന് വെച്ചാൽ സെൽഫ് ഇവാലുവേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്വയം വർഷത്തിൽ 2 ദിവസം പാലിയേറ്റീവിന് വേണ്ടി നമ്മുടെ ചിന്തകളെ കൊടുക്കുകയാണ്. ബാക്കിയുള്ള ദിവസം ഇല്ല എന്നല്ല, അന്ന് ഈ 2 ദിവസം നമ്മൾ വീട് വിട്ട്, നാട് വിട്ട്, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ട്, നമ്മുടെ മൊബൈൽ ഫോൺ വരെ എന്ത് ചെയ്യാണ്, ഒഴിവാക്കി, ഒരു ദിവസം സ്റ്റാഫിനെ കൂടി ഇരുത്തിയിട്ട് ഏതെങ്കിലും ഒരിക്കൽ നിലമ്പൂര 2 പ്രാവശ്യം പോയിട്ടുണ്ട്, പാലക്കാട് പോയിട്ടുണ്ട്, അട്ടപ്പാടി പോയിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ 2 ദിവസം നമ്മൾ പോയി നിൽക്കും. ആ പോയി നിൽക്കുന്നത് കൃത്യമായ ഒരു പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം വരുന്നത് എന്താ വെച്ചാൽ എല്ലാവരും ഓരോ വർഷം വഹിക്കുന്ന ചാർജുകളുണ്ടാവും. ആ ചാർജുകളിൽ അവർക്ക് വന്ന പ്ലസും മൈനസും. ഏറ്റവും ഉദാഹരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞത് സ്റ്റാറ്റസ് വെക്കുക. ഏത് പാലിയേറ്റീവിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ സ്റ്റാറ്റസ് വെക്കുന്നത് പോലും നമ്മൾ എന്ത് ചെയ്യാണ്, അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ പ്രവർത്തനങ്ങളുടെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടോ എന്ന് വരെ ഇവാലുവേഷൻ നടത്തുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഇത് കൂടിയിട്ട് അവൻ്റെ റിപ്പോർട്ട് അവനെ അവതരിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഹോം കെയർ കോർഡിനേഷനാണ് നടത്തുന്നത്. ഞാൻ ചെയർമാൻ കൂടിയാണ് ഈ പ്രാവശ്യം, 3 വർഷത്തേക്കാണ്. അത് കഴിഞ്ഞ് എനിക്കുള്ള സബ്ബായിട്ട് കിട്ടിയിട്ടുള്ളത് ഹോം കെയർ കോർഡിനേഷൻ, പേഷ്യൻറ്റുമായി ബന്ധപ്പെട്ട് ഹോം കെയർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന്. അതിൽ വളണ്ടിയർമാരില്ലാതെ ഹോം കെയർ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. അതിൻ്റെ മൈനസാണ്, എനിക്കതിൽ മാർക്ക് കുറവാണ് വരിക. അതേപോലെ തന്നെ പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇത് സെറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട്, അത് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് അതിനേക്ക് മാർക്ക്. അങ്ങനെ ഓരോന്നിനും മാർക്ക് ഇട്ടിട്ട് നമ്മൾ 40ൽ കുറവാണ് ആ മാർക്കെങ്കിൽ ഓട്ടോമാറ്റിക്കലി പാലിയേറ്റീവ് സംവിധാനത്തിൻ്റെ എക്സിക്യൂട്ടീവിൽ നിന്ന് അയാൾ ആ വർഷത്തോടു കൂടി റിമൂവ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി ഒഴിവാക്കി പോകുന്ന ഒരു സംവിധാനം. സെൽഫ് ഇവാലുവേഷനാണ് എല്ലാറ്റിനും വേണ്ടത്. ഇപ്പോൾ തുടക്കത്തിലെ സെക്രട്ടറി ഞാനാണ്, ഞാൻ പിന്നെയും സെക്രട്ടറി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ അതേപോലെ കോർഡിനേറ്റർ ആയിട്ടുണ്ട്, ഞാനിപ്പോൾ ചെയർമാൻ ആയിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ആളുകൾ നോക്കുമ്പോൾ എന്നുപോലെ 4 ആളാണ് എന്നുള്ള രൂപത്തിലൊക്കെ എൻ്റെ ചിന്ത പലപ്പോഴും പോവാറുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പല ആളുകളും പാലിയേറ്റീവിൽ അതിൽ എക്സിക്യൂട്ടീവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നാട്ടിലുണ്ടാവും. വരാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആളുകളെ ഇപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്, അവിടേക്ക് ആളുകളെ കോപ്റ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെ സഹകരിക്കുന്നുണ്ട്, അയാളെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ പാലിയേറ്റീവിനെന്ത്, പേഷ്യൻസിനെന്ത് ഗുണമുണ്ട് എന്ന് മാത്രം ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ നോക്കാറില്ല, അവൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് നോക്കാറില്ല, അതേപോലെ തന്നെ അവന് വേറെ എന്തെങ്കിലും പിടിപാടുണ്ടോ എന്ന് നോക്കാറില്ല. പക്ഷെ പാലിയേറ്റീവിലേക്ക് വന്നാൽ പാലിയേറ്റീവ് സംവിധാനത്തിന് എന്ത് മെച്ചം കിട്ടുമെന്ന് നോക്കിയിട്ട് അത് എക്സിക്യൂട്ടീവിൽ കൃത്യമായി ചർച്ച ചെയ്യണം. ഇന്നാൾ ഇപ്പോൾ ഒരാൾ ഞാൻ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ബാക്കി 20 ആൾ ഇരുന്നിട്ട് പറയാണ് ജസീർ പോവാണ്, പകരം ആരെയാണ് നമ്മൾ എടുക്കുക? നമ്മളെടുത്തൊരു 8-10 ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് എല്ലാവരും കൂടെ തീരുമാനിച്ച് അവൻ്റെ ഇതിന് പറ്റും, നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും, കാഴ്ചപ്പാട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ കോപ്റ്റ് ചെയ്യാറുള്ളത്. ഞാൻ ഇപ്പോൾ തുടക്കത്തിലുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ഇനി അതിൽ ഫുൾ ഉണ്ടാവുന്നല്ല. ഈ വർഷം എൻ്റെ പ്രവർത്തനം 40 മാർക്കിൻ്റെ താഴെയാണ് വന്നതെങ്കിൽ ഞാൻ നാളെ മുതൽ ഞാൻ ഔട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഇതായിട്ടുള്ളത് എന്താ വെച്ചാൽ, മറ്റു സംഘടനകളിൽ മെയിൻ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഏതുപോലെയുള്ള സംഘടനകൾ, മതസംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ എന്നല്ല ഉദ്ദേശിച്ചത്, മറ്റു ചാരിറ്റി സംഘടനകളൊക്കെ ഉണ്ടല്ലോ വേറെ ഏതെങ്കിലും, അതിൻ്റെയൊക്കെ മെയിൻ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ ഞാനിപ്പോൾ വേറെ ഒരു സംഘടനയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അല്ലെങ്കിൽ പ്രദേശത്ത് അത്തരം സംവിധാനത്തിൽ 2ൻ്റെയും നേതൃത്വത്തിലേക്ക് ഒരാൾ തന്നെ വരിക എന്നുള്ളത് നടക്കൂല. അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പാലിയേറ്റീവിനൊരു നയമുണ്ട്, അതിനൊരു എന്താ പറയുക, ഒരു സംസ്കാരമുണ്ട്.
അത് കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആലോചിക്കുക, അപ്പോൾ ഞാൻ പാലിയേറ്റീവിൻ്റെ ചെയർമാനാന്ന് പറഞ്ഞു, അപ്പോൾ 3-4 പ്രാവശ്യം പറഞ്ഞു, അതെന്നെ ഓവറാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൽ. പക്ഷേ ഇവിടെ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായൊരു അനുഭവം എന്താ വെച്ചാൽ, മണ്ണാർക്കാട് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ എഴുത്തനാട്ടുകര പാലിയേറ്റീവ് ചെയർമാൻ എന്ന് പറഞ്ഞത് എൻ്റെ കൂടെയുള്ള വേറൊരാളെയാണ്. നമുക്കത് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ഇതിൻ്റെ ചെയർമാൻ എന്നോ ആരാണ് ഇതിൻ്റെ സെക്രട്ടറി എന്നോ ഒന്നും എന്തില്ല, അതൊരു സ്ഥാനമല്ല. അതെവിടെയെങ്കിലും ഒപ്പിട്ടുകൊണ്ട് ഔദ്യോഗികമായി ചെയ്യേണ്ട സംവിധാനത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അത് ശ്രദ്ധിക്കാറുള്ളത്. എല്ലാവരും വളണ്ടിയർമാരാണ്. അത് എൻ്റെ പ്രവർത്തനം എന്താണ്, ഹോം കെയർ കോർഡിനേഷനാണ്. അത് ഞാൻ ബെസ്റ്റായിട്ട് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടുക, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക. ചില ആളുകൾ അത് സ്ഥിരമായി ഒരാളിനെ ആവില്ല. ഇപ്പോൾ എക്വിപ്മെൻറ്റ്സിന് ഒരു ടീമുണ്ട്. എക്വിപ്മെൻറ്റ്സിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ഒരു വർഷം എക്വിപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന ആൾ ഇപ്പോൾ KT ആണെന്ന് വിചാരിച്ചോ, KT ഒരു വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ സ്ഥാനം മാറി കോർഡിനേഷനിലേക്ക് വരികയാണ്. ചിലപ്പോൾ എനിക്കായിരിക്കും പിന്നെ എന്ത് ചെയ്യുക, മറ്റേത് കിട്ടുക. ഇങ്ങനെ ഈ സ്ഥാനങ്ങൾ തന്നെ ചുമതലകൾ ഓരോ വർഷം എന്ത് ചെയ്യും, അതിങ്ങനെ മാറി വരും. അത് പറഞ്ഞു വെച്ചാൽ ഒരാൾ ഒന്നിൽ സ്ഥായിയായി കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ അതിൻ്റെ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ്. അത് ചിലപ്പോൾ സെക്രട്ടറി ആയാൽ വൈസ് പ്രസിഡന്റ് ആവും, ഇങ്ങോട്ട് താഴും, ട്രഷററാവും, ചിലപ്പോൾ എന്താവും ഈ ഭാരവാഹിത്വത്തിലൊന്നും വരൂല. അതൊക്കെ എന്താ ചെയ്യാറുള്ളത്, അവിടുന്ന് എക്സിക്യൂട്ടീവാണ് തീരുമാനിക്കാറുള്ളത്. പിന്നെ അതിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ പരസ്പരം ഓപ്പൺ ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓരോ മാസത്തിലും, ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ എന്താ വെച്ചാൽ ഓപ്പണായിട്ട് ഇപ്പോൾ ഇന്നാൾ ചെയ്തതാണ്, ആ ചെയ്തതിൽ ഇന്ന പ്രശ്നമുണ്ട്. ചിലപ്പോൾ നമ്മുടെ നഴ്സുമാരൊക്കെ പറയും, ആ പേഷ്യൻ്റ് വിളിച്ചിട്ട് 3 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഫോൺ എടുത്തില്ല, റിപ്പേ കിട്ടിയില്ല എന്ന കംപ്ലൈൻ്റ് ഉണ്ട്, അതിൻ്റെ ഉത്തരവാദിത്താര ഞാനാണ്. അപ്പോൾ പറയുന്നത് വെച്ചാൽ എനിക്കത് പറ്റൂല്ലെങ്കിൽ ഇനി മാറിക്കോ, അത് പറ്റുന്ന ആളുകൾ ഈ ടീമിലുണ്ട്, പോലെ ആ സംഗതി എടുത്തോളും. അപ്പം ഞാൻ എന്തായാലും വിജിലൻ്റ് ആയിരിക്കും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ചോദിച്ചതിൽ ഏറ്റവും വലിയൊരു ചോദ്യമായി മാറിയോ എന്നുള്ളതുണ്ട്. ആൻസറും അടിപൊളി ആൻസറാണ് കിട്ടിയത്. കാരണം പൊതുജനങ്ങളുടെ ഒരു സംശയം അതായത് കൃത്യമായി തന്നെ ബാബു അത് വിശദീകരിച്ച് തന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത്, നമുക്ക് പുറത്തുനിന്നുള്ള വിവിധ സംഘടനകളുണ്ട്, അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ഡിഫറൻസാണ്. ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളാണെന്നുണ്ടെങ്കിലും പാലിയേറ്റീവിൻ്റെ പ്രവർത്തനമാണെങ്കിലും ഇത് രണ്ടും 2 വഴികളാണ്. അത് ശരിക്കും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ആളുകൾക്ക് മാത്രമേ പാലിയേറ്റീവിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. തുടക്കത്തിലുണ്ടായിരുന്ന, കാരണം പാലിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി സമാധാനിപ്പിച്ചിട്ട് മാത്രം പോരാ. ഇപ്പോൾ മെഡിസിൻ ഐറ്റംസ് എന്തെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും അതിനൊരു അറിയുന്ന ആളുകൾ വേണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എങ്ങനെയായിരുന്നു ശരിക്കും ആദ്യം അതാ ചോദിക്കേണ്ടത്, ആദ്യം ആരായിരുന്നു ഇവിടെ ഈ നഴ്സിംഗ് സംവിധാനങ്ങൾ, അതായത് ഡോക്ടർമാരെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്? വളണ്ടിയേഴ്സ് ആരൊക്കെ ആയിരുന്നു? നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ കൂടെ ഈ യാത്രയിലുള്ള ഒരു നഴ്സ്, നമ്മുടെ സീനിയർ പാലക്കാട് ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ എന്ന് പറയാം, നമ്മുടെ സുഹറ സിസ്റ്ററാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ സുഹറ സിസ്റ്ററാണ് ആദ്യമായിട്ട് ഹോം കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾക്ക് ചെറിയ പരിചയമുണ്ട്. ഞങ്ങൾക്കുള്ള പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ മണ്ണാർക്കാട് ഈ ഹോം കെയർ തുടങ്ങുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. ഇടയ്ക്ക് പോയി ഞാൻ, ചാലിയം ബഷീർ മാഷ്, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ അങ്ങോട്ട് പോകും, അവിടെ ഹോം കെയറിൽ കൂടെ പോകും. അങ്ങനെ വൈകുന്നേരം വരെ 4 മണി വരെ. അങ്ങനെ ഇവിടെ തുടങ്ങുന്ന ആഴ്ചയിൽ ഒരു ദിവസമാണ്. അന്ന് തന്നെ ആളുകൾക്കിടയിൽ ചെല്ലുമ്പോൾ ഇതെന്തോ ഒരു വല്ലാത്തൊരു സാധനമാണ്, ഇതെന്താണ്, നമുക്കും വലിയ ഐഡിയ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ NHC എന്ന് പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ എന്താണ് NHC എന്ന് പറഞ്ഞാൽ, ഒരു പേഷ്യൻ്റ് കാര്യമായി ക്യാൻസർ രോഗികളാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ശ്രദ്ധിക്കുന്നത്. ക്യാൻസർ രോഗികൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതുമായി ഇപ്പോൾ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് ആദ്യം പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികൾക്കുള്ളതാണ്. അപ്പോൾ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗിയാണ്. അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഭയം ഉണ്ടായിരുന്നത്. ക്യാൻസർ ഒരു മോശപ്പെട്ട അസുഖമാണ് എന്നും ഇത് ആളുകൾ അറിയാൻ പാടില്ല എന്നും ഒക്കെ നമ്മുടെ സമൂഹത്തിലും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പാലിയേറ്റീവിൻ്റെ വണ്ടി കണ്ട അവിടെ ആയിരിക്കാം ക്യാൻസർ. ഇപ്പോൾ പാലിയേറ്റീവിൻ്റെ വണ്ടി കണ്ട ക്യാൻസർ അല്ല. ഞാൻ പറഞ്ഞാൽ എഴുത്തനാട്ടിൽ ഇപ്പോൾ ക്യാൻസർ പൊതുവെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഉള്ളത്. അപ്പോൾ അന്ന് അവർക്ക് ആവശ്യമുള്ളത് ഈ ക്യാൻസർ, പിന്നെ ഇവർക്ക് വേദന,
അതാണല്ലോ പാലിയേറ്റീവ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആണ്. അന്ന് പെയിൻ ഉണ്ട്. കുറച്ച് കാലം നമ്മൾ ഇതിൻ്റെ കൂടെ പോയപ്പോൾ പെയിൻ ഇരുന്ന് പോയി എന്ന് പറഞ്ഞാൽ അന്ന് കാര്യമായി കഠിനമായ വേദന അനുഭവിക്കുന്ന രോഗിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആദ്യത്തെ പ്രവർത്തനം. നല്ല വേദന ഉണ്ട്, ഒരു മോർഫിൻ ഗുളികയാണ് സപ്പോർട്ട് ചെയ്യുക. ഒരു മോർഫിൻ ഗുളികക്ക് ഉള്ള വില 1 രൂപയാണെന്ന്. 1 രൂപയ്ക്ക് ഏകദേശം 4 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ വേദന ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് പാലിയേറ്റീവിൻ്റെ തുടക്കം. ഈ ക്യാൻസർ രോഗികളാണ് അന്ന് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ 2025 നമുക്കൊരു പ്രയാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ കിഡ്നി പോലെയുള്ള പേഷ്യൻസിനെ നമ്മുടെ ഇതിലേക്ക് ഉൾച്ചേർത്താൻ നമുക്കിപ്പോഴും പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സംവിധാനം ചിലപ്പോൾ നിന്ന് പോകും. കിഡ്നി അത് ഭയങ്കര ഹൈ സാമ്പത്തികമായ പ്രയാസം വരുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിലവ് വരുന്ന സാധനം. അപ്പോൾ നമ്മൾ പാലിയേറ്റീവിൽ അതിൽ പരമാവധി ഓരോന്ന് ആഡ് ചെയ്ത് അങ്ങനെയാണ് ശരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ എടത്തനാട്ടുകര പാലിയേറ്റീവിന് 2025 വരുന്ന സമയത്ത് ഒരുപാട് മന്ത്ലി ഒരു വലിയൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. കാരണം അത്രയും വൈഡായിട്ടുള്ള രോഗികളുടെ എണ്ണം കൂടി, ഒരുപാട് സംവിധാനങ്ങൾ കൂടി ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസൊക്കെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുക? എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് അതൊക്കെ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകാറ്? ഫണ്ട് എടത്തനാട്ടുകര പ്രദേശത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കിട്ടുമെന്നുള്ളതിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വാസമുണ്ട്. കാരണം 800 രൂപയിൽ നിന്നാണ് പാലിയേറ്റീവിൻ്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഒരു മാസത്തിൽ 3.5 അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം എടത്തനാട്ടുകരയിലെ എല്ലാ നാനാമുഖത്തുള്ള ആളുകളുടെ പൂർണ്ണമായ കരുതൽ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിനുണ്ട്. ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് തുടക്കം എന്നുള്ളവർക്ക് ബേജാറുണ്ടായിരുന്നെങ്കിലും ഫണ്ടില്ലാതെ നാളത്തേക്ക് ഹോം കെയർ പോകാനോ മരുന്ന് വാങ്ങാനോ ഫണ്ടില്ലാതെ എങ്ങനെയാണ് നമ്മൾ പോകുക എന്നുള്ള ഒരു ആലോചനയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. കാരണം അത് ആളുകൾ കണ്ടറിഞ്ഞ് ഇപ്പോൾ എന്തെങ്കിലും അവരുടെ വീട്ടിലൊരു വിശേഷം നടക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പം എനിക്കറിയാം, അപ്പോൾ നമ്മൾ ഓരോ ഏരിയയിലും ഏരിയ എക്സിക്യൂട്ടീവിന് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അവർ അത് കളക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ പടിക്കപ്പാടം ഭാഗത്ത് ഈ ചെറിയ ഒരു 100-120 വീടുകൾ കലക്ഷൻ എനിക്കുള്ളത്. വർഷത്തിൽ ജനുവരി 15-നാണ് നമ്മൾ കാര്യമായിട്ട് പാലിയേറ്റീവിൻ്റെ കളക്ഷൻ ഉണ്ടാവുക. അല്ലാതെ പുറത്തൊരു പിരിവും എന്ത് ചെയ്യാറില്ല പാലിയേറ്റീവ് മെഡിസിനുമായി ബന്ധപ്പെട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ പട്ടിച്ചേരി ഭാഗം അങ്ങനെ ചില പ്രദേശങ്ങൾ, ഇപ്പോൾ പടിക്കപ്പാടം ഭാഗം, പാലക്കുന്ന്, അങ്ങനെയുള്ള ചില എല്ലാ സ്ഥലവും പറയില്ല, അവിടെയൊക്കെ ചില വീടുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ചെറിയ കുടുക്ക വെച്ചിട്ടുണ്ട്. ആ കുടുക്കയിൽ നിന്ന് എന്തുണ്ട്, കളക്ഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എടത്തനാട്ടുകര ഭാഗം ഉണ്ണിയൽ വരെയുള്ള ഭാഗങ്ങളിലെ കടകളിൽ നമ്മളെ ബോക്സ് വെച്ചിട്ടുണ്ട്. ഏകദേശം മാസത്തിൽ ഒരു 60,000 രൂപയോളം എന്ത് ചെയ്യാണ്, അത് 25-ാം തീയതി മുതൽ 5-ാം തീയതിക്കുള്ളിൽ ഓരോ എക്സിക്യൂട്ടീവ് മെമ്പറിനാണ് അതിന് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ചാർജ് കൊടുത്തിട്ടുള്ളത്. ആ ചാർജുള്ള ആൾ ആ ബാഗും തൂക്കി പോകും. അവരത് കൃത്യമായിട്ട് കരുതുകയും ചെയ്യും. പണ്ട് പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലായിടത്തും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് പെട്ടിയൊന്നുമില്ല. പെട്ടി ഉണ്ടെങ്കിൽ തന്നെ പൊട്ടിപ്പോയി, ഇനി പെട്ടി വേണ്ട, നിങ്ങൾ വരുമ്പോൾ തരാം. പെട്ടി ഉള്ളിടത്ത് എന്ത് ചെയ്യുന്നു, പെട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറേ പെട്ടികളുണ്ട്, കുറേ പെട്ടികളില്ലാത്തതുണ്ട്. എന്നാലും നമ്മൾ പോകുന്നിടത്തൊന്നും ആരും എന്ത് ചെയ്യാറില്ല, വെറുതെ മുടക്കാറില്ല. പിന്നെ അതേപോലെ തന്നെ അതിൽ പ്രത്യേകം പറയേണ്ട സംഗതികൾ, നമ്മൾ ആദ്യ സമയങ്ങളിൽ ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നമ്മളതിൻ്റെ ഫണ്ട് കണ്ടിരുന്നത്. നമ്മുടെ കുട്ടികളുടെ എഫേർട്ട് അത് ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ആളുകൾ കൊടുക്കും. ഇപ്പോൾ ആദ്യത്തിൽ നമ്മൾ കുട്ടികളെ ഓരോ സ്കൂളിലും എടത്തനാട്ടുകര അലനല്ലൂർ മേഖലയിൽ ഓരോ സ്കൂളിലും കത്ത് കൊടുത്ത് ടീച്ചേഴ്സിൻ്റെ, HMസിൻ്റെ, PTA പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് തന്നെ എന്ത് ചെയ്യാണ്, 5-8 കുട്ടികൾ പോയി പിരിച്ച് ചെല്ലുന്നവരെന്നും വേദനിപ്പിക്കാതെ തന്നെ ആ വീട്ടുകാരെന്ത് ചെയ്യാണ്, കൊടുത്തു വിടുന്നൊരവസ്ഥ. അത് എടത്തനാട്ടുകരയെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും സഹായിക്കാനും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും നമുക്ക് ഒരു പ്രയാസമില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മളങ്ങനെ ഈ ജനുവരിയിൽ നമുക്ക് അത്യാവശ്യം ഒരു ഫണ്ട് വരും. പക്ഷേ അത് അടുത്ത നവംബറോ ഡിസംബറോ ഒക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ഫണ്ട് പറ്റ ലോയിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ഒരിക്കൽ ഒരു 3-3.5 ലക്ഷം രൂപ
മാത്രം ഒരു മാസം ഇങ്ങനെ കഷ്ടി പോകാനുള്ള ഫണ്ട് ഉണ്ടായിരുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് കൂടാണ്. എക്സിക്യൂട്ടീവ് കൂടുന്ന സമയത്ത് എന്താണ് ഫണ്ടിന് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ പറഞ്ഞെന്താ വെച്ചാൽ, നാട്ടിൽ നിന്ന് ആളുകൾ നമുക്ക് തരും, ഫണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. ഇനി ആരും തന്നില്ലെങ്കിൽ ഈ സംവിധാനം തുറന്നു പോകണമെന്ന് നമുക്ക് ആവശ്യമില്ല. നാട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിലനിൽക്കേണ്ട ഒരു സംവിധാനമാണ് എന്ത്, പാലിയേറ്റീവ് സംവിധാനം. അതല്ലാതെ നമുക്ക് വേണ്ടി എന്തല്ല നടത്തുന്ന ഒരു സംവിധാനം. നമുക്ക് വേണ്ടി നടത്തുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുണ്ട്, ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് എത്തണം എന്ന ആഗ്രഹത്തിലാണ് ഞാനിതിന് പ്രവർത്തിക്കുന്നത്, അങ്ങനെയുണ്ട്. മറിച്ച് മറ്റൊന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ആർക്കും ഇത് ആവശ്യമില്ലെങ്കിൽ പാലിയേറ്റീവ് ഇവിടെ വേണമെന്നില്ല, അത് നമുക്ക് അടച്ചു പൂട്ടുന്നതിനും എന്തില്ല, കുഴപ്പമില്ല. നമ്മുടെ ബൈലോ പ്രകാരം അത് നേരെ സർക്കാരിലേക്ക് എന്ത് ചെയ്യും, ഈ സാധനം കണ്ടുകെട്ടി പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ, ഈ അടുത്തൊരു കൊല്ലം ആയി നമ്മൾ ഓരോ ഫംഗ്ഷൻ, ഓരോ കല്യാണം നടക്കുകയാണെങ്കിലും ആ കല്യാണത്തിൽ നിന്ന് എന്ത് ചെയ്യണം, പുതിയാപ്പിളയുടെയും പുതിയണ്ണിൻ്റെയും വകയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരു ഫണ്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കടകൾ ഉദ്ഘാടനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനത്തിന് പോലും, നമ്മുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് പോലും എന്ന് പറഞ്ഞാൽ ഇടത്തനാട്ടുകാർ പാലിയേറ്റീവിനെ അവരുടെ മനസ്സിൽ അങ്ങനെ കരുതുന്നു. നമ്മളൊന്നും പറഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയണേ ഇന്ന ദിവസം കട ഉദ്ഘാടനം ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും വരണം. നമ്മുടെ ചെറിയ എന്താണ് ആവശ്യമുള്ളത്. അതേപോലെ തന്നെ ക്ലബ്ബുകളുടെ സഹകരണം, ഈ പിന്നെ ജനുവരി 15 ബന്ധപ്പെട്ടിട്ട് ക്ലബ്ബുകളുടെ സഹകരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹകരണം. അവർ വളരെ നല്ല രൂപത്തിൽ അതിൻ്റെ ആ ദിവസങ്ങളിൽ അത് കത്ത് കൊടുക്കുകയും ആ വീടുകളിൽ, അത് ഞാൻ പറയാതെ പോയി തോന്നുന്നു, ഓരോ വീട്ടിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 10 വാർഡിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അലനല്ലൂർ പഞ്ചായത്തിൽ. അതേപോലെ തന്നെ കോട്ടപ്പാടം പഞ്ചായത്തിലെ 2 വാർഡുകളും. ഈ 2 വാർഡുകളിലെയും മുഴുവൻ വീടുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു കരുതൽ, ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ കഴിഞ്ഞ് നമ്മൾ പോയി വാങ്ങിക്കുമ്പോൾ ഓരോ ഏരിയയിലും, അതേപോലെ തന്നെ നമ്മുടെ ഓരോ എക്സിക്യൂട്ടീവിനും അതിൻ്റെ ചാർജ് കൊടുക്കുകയും ഏകദേശം 1 ലക്ഷം രൂപയെങ്കിലും എന്ത് ചെയ്യണം, അവിടെ നിന്ന് കളക്ഷൻ ഓരോരുത്തർ എടുക്കണം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പെർത്താൻട്രയെ സംബന്ധിച്ചിടത്തോളം അത് എന്തിനാണെങ്കിലും നല്ല കാര്യത്തിനാണോ അവർ നോക്കും, നന്നായി പോകുന്നുണ്ടോ എന്നവർ നിരീക്ഷിക്കും. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലിയേറ്റീവിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, സാമ്പത്തികമായി ഒരു പ്രയാസവും വന്നിട്ടില്ല. അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്കൊരു ആത്മവിശ്വാസം. നാട്ടിലെ ഇപ്പോൾ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് 2007 മുതൽ പരിചയമുണ്ട്. 2007 മുതൽ 2025 വരെ പാലിയേറ്റീവിൻ്റെ കൂടെ നടന്ന ഒരാൾ എന്നുള്ള ആൾക്ക് ഇടത്തനാട്ടിലെ ആളുകളെ സംബന്ധിച്ച് പാലിയേറ്റീവ് രംഗത്ത് അവരുടെ സപ്പോർട്ട് അത് പാലക്കാട് ജില്ലയിൽ വേറെ എവിടെയും കിട്ടാത്തതാണ്. പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അതും കൂടി പറഞ്ഞു പോകാം. ഇപ്പോൾ ഞങ്ങൾ ജില്ലാ സമിതിയൊക്കെ കൂടുന്ന സമയത്തെ പല ക്ലിനിക്കുകളും സാമ്പത്തിക പ്രയാസം പറയാറുണ്ട്. പക്ഷേ അവരൊക്കെ പറയൽ പലപ്പോഴും മാതൃകയാക്കൽ ഇടത്തനാട്ടിലെ ക്ലിനിക്കിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളാണ്. നമ്മൾ ചോദിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഇത്രയും വലിയൊരു ആൻസറാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ ചോദിക്കാൻ വെച്ച് പോയിരുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഒറ്റ അടിക്ക് പറഞ്ഞത്. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകളും വിവിധ സംഘടനകളും അതേപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ, ഒരുപാട് ആളുകൾ നല്ല രൂപത്തിൽ പാലിയേറ്റീവ് എന്നുള്ളൊരു സംവിധാനം എന്താണ് എന്നുള്ളത് ശരിക്ക് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും. അപ്പോൾ ഒരിക്കലും ഇതിനൊരു താഴ്ച ഉണ്ടാവില്ല, ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യാം. അതോടൊപ്പം എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ ഒരു വലിയൊരു ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തുള്ള ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം, സാധാരണഗതിയിൽ എല്ലാ സംവിധാനത്തിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ ഫണ്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യാറ്? അതിനൊരു കണക്ക് വെക്കാറുണ്ടോ? നമ്മൾ ചോദിച്ച ചോദ്യം ഭയങ്കര ചോദ്യം. എന്താ വെച്ചാൽ പലപ്പോഴും ആളുകൾക്ക് ആദ്യത്തിലൊക്കെ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു. നമ്മൾ മെഡിസിന് വേണ്ടിയിട്ട് ഈ പാലിയേറ്റീവ് ഡേക്കൊക്കെ പിരിക്കുന്ന പൈസ ആ ഇനത്തിൽ മാത്രം ചിലവഴിക്കാറുള്ളത്. അവർ ഫുഡിന് പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിലവഴിക്കാറില്ല. ഹോം കെയറിന് വേണ്ടി ചിലവഴിക്കാറുണ്ട്, ഹോം കെയറിന് വേണ്ടി ചിലവഴിക്കാറുണ്ട്, മെഡിസിന് വേണ്ടി ചിലവഴിക്കാറുണ്ട്, പേഷ്യൻസിന് വേണ്ടി ചിലവഴിക്കാറുണ്ട്. അതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്പോൺസർ വാങ്ങിക്കലാണ്. ഇപ്പോൾ നമുക്ക് വാഹനങ്ങളുടെ ടയറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാഹനങ്ങളുടെ ടയറുകൾ ആവശ്യം വരുമ്പോൾ ഒരു മെസ്സേജ് ഇടും,
ആരെങ്കിലും അത് നമുക്ക് തരും. ആ വാഹനങ്ങളിൽ 3 വാഹനങ്ങളിലും നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോണുകൾ നമ്മുടെ ഈ പ്രദേശത്തെ പിന്നെ മൊബൈൽ ഷോപ്പുകൾ അവർ ഫ്രീ ആയിട്ട് തന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഡേ കെയർ നടക്കുന്ന സമയത്ത് അവിടേക്ക് നമുക്കൊരു ബോക്സും മൈക്കും സാധനങ്ങളും വേണം. അത് നമ്മൾ പറയുമ്പോൾ അതാരെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, സ്പോൺസർ ചെയ്ത് തരും. അതല്ലാതെ മെഡിസിന് വേണ്ടി ആളുകളിൽ നിന്ന് പിരിക്കുന്ന 1 രൂപയും നമ്മൾ എന്ത് ചെയ്യാറില്ല, വേറൊരു ഇനത്തിലും ഇതാക്കല്ല. പിന്നെ നമ്മളെ പേഷ്യൻസിന് ആവശ്യമുള്ള മെഡിസിൻ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ആവശ്യമുള്ള ആളുകൾക്ക്. ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ അടുത്ത് ഇല്ലാത്ത മെഡിസിനാണ്, അത് അവർക്ക് വാങ്ങിക്കാനും സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത നമ്മുടെ നീതി സ്റ്റോർ, പിന്നെ മെഡിക്കൽ ഷോപ്പ് പോലെയുള്ള അവിടെ അങ്ങനെ മെഡിക്കൽ ഷോപ്പുകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ അതിൻ്റെ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലിനിക്കിൽ നിന്ന് വകവരുത്തി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ആഴ്ചയിൽ നമ്മൾ പിന്നെ ഇവരുടെ ഡേ കെയർ നടത്താറുണ്ട്. ആ ഡേ കെയറിൽ 10-25 ആളുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. അവർക്കുള്ള ഫുഡ് അതൊന്നും ഇതുവരെ നമുക്കൊരു തടസ്സം വന്നിട്ടില്ല. അത് ഏതെങ്കിലും ആഴ്ചയാണോ വേണ്ടത് ആ ആഴ്ച ആരെങ്കിലും വിളിച്ചിട്ട്, ഇപ്പം ഇപ്രാവശ്യം 3-4 ആളുകളെ എൻ്റെ കെയർ ഓഫിൽ, അതൊന്നും ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ആ 4 ആളുകൾ ഇന്നെ എന്താണ് എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിലുള്ള ആളുകളാണ്. അവരെന്നെ വിളിച്ചിട്ട് അവിടെ ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോൾ ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ പഠിക്കപ്പാടത്തുള്ള ഒരു സുഹൃത്താണ്, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അതിനെത്ര വരിക. അപ്പോൾ ഞാൻ എത്ര വരിക, അത് എപ്പോഴാണ് കൊടുക്കുക, എപ്പോഴും കൊടുക്കുക, ഇന്നൊരു കാര്യം ചെയ്തു അടുത്ത ആഴ്ചത്തേക്ക് അതിനെത്ര പൈസ ഉണ്ട്, അതിൻ്റെ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം. നമ്മളതൊരു സ്പോൺസർ ആരാന്നുള്ളത് നമ്മുടെ ക്ലിനിക്കിൽ പറയും. അവിടെ വരുന്ന മോശമല്ലാത്ത ഭക്ഷണം, അത് ചിലപ്പോൾ ബിരിയാണി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പിന്നെ പേഷ്യൻസ് പറയും, സ്ഥിരം വരുന്ന ആളുകളാണ്, ആ പറയും 2-3 ആഴ്ച ബിരിയാണി ആയി, ഇനി ബിരിയാണി വേണ്ട, എന്തായിക്കോട്ടെ അത് വെറും ചോറ് നാടനായിക്കോട്ടെ. അപ്പോൾ ഏതാണോ ആവശ്യമുള്ളത് ഏകദേശം ഒരു 3500-4000 രൂപയോളം ഒരു ആഴ്ചത്തേക്ക് ഈ ഫുഡിനായിട്ട് നമുക്ക് വരാറുണ്ട്. അതിൽ തന്നെ വനിതാ വിങ്ങിന് എടുത്ത് പറയണം, നമുക്കൊരു വനിതാ വിങ് ഉണ്ട്. വനിതാ വിങ് എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള പിന്നെ രാവിലെ 10 മണിക്കുള്ള ചായയും പലഹാരവും ഒക്കെ വനിതാ വിങ്ങാണ് തയ്യാറാക്കൽ ഉള്ളത്. ഇന്ന് പൂതാനി നമ്മുടെ ഫാത്തിമ താത്തയും അതേപോലെ തന്നെ സൈന കുട്ടിയാണ് അതിൻ്റെ പിന്നെ ഹെഡായിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ അത് വളരെ നന്നായി. വനിതാ വിങ് അതിൽ കൂട്ടത്തിൽ പറയേണ്ടതാണ്, ഈ പിന്നെ ചില പേഷ്യൻസിനെ നമുക്ക് കുളിപ്പിക്കേണ്ടി വരും. ആ കുളിപ്പിക്കേണ്ടി വരുന്ന പേഷ്യൻസിനെയൊക്കെ വീട്ടിൽ പോയിട്ട് ഇവരാണ് എന്ത് ചെയ്യല്, കുളിപ്പിക്കാറുള്ളത്. അത് കൃത്യമായി നമ്മൾ വനിതാ വിങ്ങിൻ്റെ ഗ്രൂപ്പിലിട്ടാൽ അപ്പോഴേക്ക്. പിന്നെ അതേപോലെ തന്നെ വനിതാ വിങ് ചെയ്യുന്നൊരു സംഗതി എന്താ വെച്ചാൽ ബുധനാഴ്ചകളിൽ അധികവും ഗോസ് പാട് പോലെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ അവർ വന്നിട്ടാണിത്, അല്ലെങ്കിൽ നമ്മൾ നഴ്സസിനെ വെച്ചിട്ട് അത് കട്ട് ചെയ്യണം. അതിനൊരു ടീം വന്ന് അവർ വളരെ ആവേശത്തോടു കൂടി അവരങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് മെഡിസിനുള്ള പൈസ അതിന് മാത്രം ചിലവഴിക്കും. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് സ്പോൺസർമാർ എർത്തനാട്ടെ ഞാൻ പറഞ്ഞല്ലോ, എർത്തനാട്ടെ പറഞ്ഞാൽ മതി, ആളുകൾ ബില്ലിംഗ് ആണ്. എർത്തനാട്ടയുടെ ഏറ്റവും പിന്നെ നല്ല ഒരവസ്ഥ എന്ന് പറയുന്നതാണ് എന്ത് പ്രവർത്തനം ഏറ്റെടുക്കാനും ഈ സമൂഹത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള സഹകരണം ഉണ്ടാവും. എനിക്കൊരു സംശയമുള്ളതാണ്, ഞാൻ പല സമയത്തും പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട നമ്മൾ സുഹൃത്തുക്കളോട് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ വിവിധ സംഘടനയിൽപ്പെട്ട ആളുകളോട് ചോദിക്കുന്നതാണ്. നമുക്കൊരു എല്ലാ സമയത്തും ഫണ്ട് പിരിക്കുന്നതിന് ഒരു ബദലായി പിന്നെ നമുക്ക് ഒരു വലിയൊരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് ആ കളക്ട് ചെയ്ത പണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പിന്നെ പ്രോഫിറ്റ് കിട്ടുന്ന രൂപത്തിലേക്ക് മാറ്റി ആ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സുഖസുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലേ? അതിൻ്റെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കാരണം ഏത് സമയത്തും നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാ വിധത്തിലുള്ള പിരിവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പൊട്ടമായിട്ടുള്ളൊരു ആശയമായിരിക്കാം, പക്ഷേ പറയാനൊരവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ വല്ലതും നമുക്ക് പാലിയേറ്റീവിൽ ചെയ്യാൻ കഴിയുമോ? എങ്ങനെയാണ് അങ്ങനെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ? എന്താണ് അത് സ്വീകരിക്കാതിരിക്കാൻ കാരണം? സ്വീകരിക്കില്ലെങ്കിൽ പാലിയേറ്റീവിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, വലിയ ഫണ്ടിങ് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. വലിയ ഫണ്ടിങ് ആവശ്യമില്ല പാലിയേറ്റീവിന്. എല്ലാവരുടെയും ഫണ്ടിങ് ആണ് വേണ്ടത്. അത് കുറഞ്ഞ് ഉള്ള ഫണ്ടിങ് ആണ്, മൈക്രോ ഫണ്ടിങ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതാ ജനുവരി മുതൽ മാർച്ച് വരെ ആകുമ്പോഴേക്ക് നമുക്കൊരു വർഷം നന്നായി പ്രവർത്തിക്കാനുള്ള പിന്നെ വരുമാനം അത് നമുക്ക് അതിന് കിട്ടുകയും ചെയ്യും. പുറത്തുനിന്നുള്ളൊരു ഫണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പിന്നെ വ്യക്തികൾ ചേർന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ സൗദി ആണെങ്കിലും
ഇപ്പോൾ ജീവൻ്റെ ഒക്കെ ഒരുപാട് സാധനം, ജീവൻ്റെ ആംബുലൻസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ റിഡ്കോ ഏതൊക്കെ കുറേ ഐറ്റം ഇതുണ്ട്. അപ്പോൾ അവരിതൊക്കെ ഫണ്ട് കിട്ടിയിരുന്നു. എങ്ങനെയാണ് ആദ്യത്തെ ഒരു വിദേശ ഫണ്ട് വന്നത്, അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പുറത്ത് അത് പറയുമ്പോഴേ ആദ്യമായിട്ട് നമുക്ക് പുറത്തുനിന്നൊരു സംഘടന എന്നുള്ള നിലക്ക് നമുക്ക് ഫണ്ട് തരുന്ന 2008 സൗദിയിൽ ഉംറയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോയ സമയത്ത് അന്ന് നമ്മുടെ ഇതിൻ്റെ തുടക്കക്കാരനായ സക്കീർക്ക അവിടെ ഉണ്ട്. അപ്പോൾ സക്കീർക്ക് എന്നോട്ട് ബന്ധപ്പെട്ട് അവിടെ ജീവയിൽ ഒരു സ്വീകരണം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനാണ് പ്രസൻറ്റ് ചെയ്തത്. പാലിറ്റി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് പോയത്. അപ്പോൾ അന്ന് അവിടെ വെച്ച് നമ്മൾ ഈ കാര്യങ്ങൾ അവിടെ നാട്ടിലത്തെ മുഴുവൻ ആളുകളുണ്ട്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ടതെന്ന് നമ്മുടെ പാപ്പോക്കുവാണ്. പാപ്പോക്കുവിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ജീവ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പ്രസൻറ്റ് ചെയ്തു. അതുമുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ജീവയുടെ പൂർണ്ണമായ സഹകരണം. അന്ന് ആദ്യമായിട്ട് നമുക്ക് തന്നത് 10,000 രൂപയാണ് തന്നത്. പിന്നെ വാഹനത്തിൻ്റെ വിഷയത്തിലുണ്ടായിട്ടുണ്ട്. അതിപ്പോഴും അണമുറിയാതെ എന്ന് പറയുന്ന പോലെ അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പേസ് ദുബായ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സംഘടനകളുണ്ട്, റീക്കോ ഉണ്ട്. അങ്ങനെ പ്രവാസി കൂട്ടായ്മകൾ, ആരെങ്കിലും പേര് വിട്ടുപോയോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ പ്രവാസി നമ്മുടെ ഇടത്തനാട്ടുമായി ബന്ധപ്പെട്ട പ്രവാസി സംഘടനകളിൽ നിന്നൊക്കെ നമുക്ക് എല്ലാ അർത്ഥത്തിലുള്ള സാമ്പത്തിക സഹായവും വർഷത്തിൽ ഒരു തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കിട്ടാറുണ്ട്. അവരാരെങ്കിലും നാട്ടിലുള്ള സമയത്ത് അവർ ആ ഫണ്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് ഒരു ചെറിയ ചടങ്ങായി നമ്മൾ അത് സ്വീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി എനിക്ക് വേറൊരു സംശയമുണ്ട്. ഇത് എൻ്റെ മാത്രം സംശയങ്ങളല്ല കേട്ടോ, പുറത്തുള്ള പൊതുജനങ്ങളുടെ സംശയങ്ങളാണ് ഞാൻ നമ്മുടെ സ്വറപറച്ചിലൂടെ ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ ചോദിക്കുന്നത്. വേറെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത്രയും ഫണ്ടുകൾ ഏതായാലും നമുക്ക് കിട്ടുന്നുണ്ട്. പാലിയേറ്റീവിൻ്റെ പേരിൽ അറിഞ്ഞും അറിയാതെ ഒരുപാട് ആളുകൾ ഫണ്ട് തരുന്നുണ്ട്. അത് പൊതുജനങ്ങളിലേക്ക് ആ കണക്ക് കൃത്യമായി എത്തിക്കാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? നമ്മൾ ഓരോ മാസത്തെ വരവ്, ഓരോ മാസത്തെ ചിലവ് നമ്മുടെ ക്ലിനിക്കിൻ്റെ മുമ്പിൽ നല്ല ഒരു ബോർഡ് വെച്ചിട്ട് അത് വെള്ളം ചേർക്കാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, എഴുതി വെക്കാൻ. അത് ഏത് ഇനത്തിൽ ഏത് റെസിപ്റ്റ് വെച്ച്. അത് മാത്രമല്ല, അതിലൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ആരുടെയൊക്കെ കയ്യിൽ എന്ന് പറഞ്ഞാൽ കയ്യിലല്ല ഉള്ളത്. സ്റ്റേറ്റ് ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ സർവീസ് ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഉണ്ട്, വനിതാ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ടിൽ അത് എത്ര ഉണ്ട് എന്നുള്ളത് കൂടി എന്ത് ചെയ്യും, ഒരാളുടെയും കയ്യിലില്ല. നമ്മുടെ ഓഫീസ് സ്റ്റാഫ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദൈനംദിന പ്രവർത്തനത്തിനുള്ള ചെറിയൊരു ഫണ്ട് അല്ലാതെ ബാക്കി ഫണ്ടൊക്കെ അത് ആർക്കും കണക്ക് എപ്പോഴും എടുക്കാവുന്ന രൂപത്തിൽ സുതാര്യമായി. ഇപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചാലും അതിൻ്റെ കറക്റ്റ് കണക്ക് അവിടെ ഉണ്ടാവും. എത്ര കിട്ടി, ആരുടെ നിന്ന് കിട്ടി, ഏത് ഇനത്തിൽ കിട്ടി. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ മാസം ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് കൂടെ, അങ്ങനെ ഒരു സംഗതി കൂടെ. അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വല്ലാതെ എന്ത് ചെയ്യാറില്ല, ഇടാറില്ല. അത് ക്ലിനിക്കിൽ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് പുറത്താണ് ആർക്കും അത് ചോദിക്കാം. അവിടെ നമ്മൾ ആരും ഇല്ലെങ്കിലും അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനോട് എന്താണത് എന്ന് ചോദിക്കാവുന്ന രൂപത്തിൽ സുതാര്യമായിട്ട് ആ സംഗതികൾ ഉണ്ട് എന്നുള്ളതാണ്.